തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷ രാഷ്ട്രീയ വിഷയമാക്കി നടൻ വിജയ്. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴകത്തെ സ്ത്രീകൾക്ക് വിജയ് തുറന്ന കത്തയച്ചു. തമിഴ്നാട്ടിലെ സഹോദരിമാർക്ക് എന്ന് തുടങ്ങുന്ന കത്തിൽ സ്ത്രീകൾക്കൊപ്പം അവരുടെ സഹോദരനെ പോലെ കൂടെയുണ്ടാകുമെന്നും സുരക്ഷിത തമിഴ്നാടിനായി പ്രവർത്തിക്കുമെന്നും ആണ് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ കൂടിയായ വിജയ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജ ശ്യാം ആണ് ചേരുന്നത്. ശ്രീജ, നേരത്തെ BJP ഈ വിഷയത്തെ വലിയ ആയുധമാക്കി മാറ്റിയിരുന്നു. അണ്ണാമലയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സ്വയം ചാട്ടവാറ് കൊണ്ടടിച്ച് ചെരുപ്പ് ഊരി നഗ്നപാതനായൊക്കെയുള്ള പ്രതിഷേധം. ഇപ്പോഴിതാ വിജയ് ഈ പ്രതിഷേധത്തെ ഏറ്റെടുക്കുന്നു, ഈ വിഷയത്തെ ആയുധമാക്കി മാറ്റുന്നു. ഏത് രീതിയിലുള്ള പ്രതികരണം, ഐക്യദാർഢ്യമാണ് തമിഴ്നാട്ടിലെ വനിതകൾക്ക് വിജയ് നൽകുന്നത്? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി. കഴിഞ്ഞ 23-ന് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 19-കാരിയായ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJP ഇതിലൊരു സ്റ്റെപ്പ് ആദ്യം വെച്ചുകൊണ്ട് തന്നെ അണ്ണാമലയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും 48 ദിവസത്തെ വ്രതത്തിലാണ്. സ്വന്തം വീടിന് മുന്നിൽ ചാട്ടവാറ് കൊണ്ടടിച്ച് DMK ഈ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ആ ലോഞ്ച് പാഡിലേക്ക് നമ്മളിപ്പോൾ എപ്പോഴും വിജയ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു അനീതി നടക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കുന്ന, അതിൽ രംഗത്തെത്തുന്ന വിജയ് കഥാപാത്രങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇത് തൻ്റെ ഒരു രാഷ്ട്രീയമായി തന്നെ അതിനെ ഉപയോഗപ്പെടുത്താനാണ് വിജയും ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇന്ന് വിജയ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം കൈപ്പടയിൽ ഒരു കത്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ കത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്ന് വിളിച്ചാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ കത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്, ആരോടാണ് ഞാൻ നിങ്ങളുടെ സുരക്ഷയെപ്പറ്റി ചോദിക്കേണ്ടത്? ഈ നാട്ടിൽ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അടക്കം എവിടെയും സ്ത്രീകൾ സുരക്ഷിതരല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ആരോട് നിങ്ങളുടെ സുരക്ഷയെപ്പറ്റി പറയും? ഇതുവരെ ഭരിക്കുന്നവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം വ്യക്തമായി. എത്ര ചോദിച്ചാലും കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്. നമ്മൾ വിജയ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഒരു സഹോദരനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ മറ്റ് പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ മനസ്സിടറരുത്. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സുരക്ഷിതമായ ഒരു തമിഴ്നാട് ഉണ്ടാക്കാൻ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. ആ വാക്കുകളിലെല്ലാം എന്താണ് വിജയ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. 4 ദിവസം മുൻപ് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ വിജയ് MK സ്റ്റാലിനോട് ഈ വിഷയത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു എഴുതിയിരുന്നു. ഈ 4 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തുറന്ന കത്ത് തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് വിജയ് എഴുതിയിട്ടുള്ളത്. BJPയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കാര്യമായി ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. AIADMK സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിനാണ് ഒരുങ്ങിയിറങ്ങുന്നത്. അവരും വ്യാപകമായ പ്രതിഷേധത്തിലാണ്. BJPയും AIADMKയും ഒരുപോലെ ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ആൾ ഒരു DMK പ്രവർത്തകനാണെന്നാണ്. ഈ വിഷയം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ MK സ്റ്റാലിൻ അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റാൻ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ AIADMKയും BJPയും ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിജയ് കൂടി തൻ്റെ ഒരു ഡ്രമാറ്റിക് എൻട്രി ഇതിലേക്ക് നടത്തുന്നത്. ഇതിനിടെ ഈ വിഷയത്തിൽ വിജയ് ഗവർണറെ കണ്ടേക്കുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് തൻ്റെ കൃത്യമായ രാഷ്ട്രീയത്തിൽ തൻ്റെ ഇടപെടലിനുള്ള ഒരു കൃത്യമായ അവസരമായി വിജയ് ഉപയോഗിക്കും. നമുക്ക് വിജയെ കണ്ടു പരിചയമുള്ളത് ഇത്തരം ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിജയ്ക്ക് അതിലേക്ക് കടക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. തമിഴ് മക്കൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. അഴിമതിക്കെതിരെ പോരാടുന്ന വിജയുടെ ആ ഒരു ഇമേജ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ ഒരു സംഭവം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുക എന്നതാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം തമിഴ്നാട് സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. വിജയും വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ശ്രീജ ശ്യാം ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.